കഴക്കൂട്ടത്ത് യുവാവിൽ നിന്ന് തട്ടിയെടുത്ത ആഡംബര കാർ പോലീസ് കണ്ടെത്തി. വെഞ്ഞാറമൂട്ടിൽ പ്രതികളുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. യുവാവിൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്ത ഐഫോണും പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച രാത്രിയാണ് കാട്ടാക്കട സ്വദേശി അനുരാജിന്റെ ആഡംബര കാറും പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിയെടുത്ത ആഡംബര കാർ പ്രതികൾ ഒളിപ്പിച്ചത് വെഞ്ഞാറമൂട്ടിലെ സുഹൃത്തിന്റെ വീട്ടിലാണ്. പോലീസ് ഇത് കണ്ടെത്തി. ഫോറൻസിക് സംഘം പരിശോധിച്ചതിന് ശേഷം കാർ കഴക്കൂട്ടത്തെത്തിക്കും. അനുരാജിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത ഐഫോൺ കാര്യവട്ടത്ത് നിന്നാണ് കണ്ടെത്തിയത്. നെയ്യാറ്റിങ്കര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലോട് സ്വദേശി ആസിഫ് എന്നിവരാണ് പിടിയിലായ പ്രതികൾ. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. 2 ആഴ്ച മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയാണ് അനുരാജിനെ കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തിയത്. കഴക്കൂട്ടത്തെത്തിയ അനുരാജിന്റെ കാറിൽ പെൺകുട്ടി കയറി. ലൊക്കേഷൻ വാട്സാപ്പ് വഴി പ്രതികൾക്ക് പെൺകുട്ടി കൈമാറി. ബൈപ്പാസ് ജംഗ്ഷനിൽ വച്ച് അനുരാജിന്റെ കാർ ഇനോവ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞു. തുടർന്ന് കഴുത്തിൽ കത്തിവെച്ച് അനുരാജിന്റെ കഴുത്തിൽ കിടന്ന 3 പവൻ വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്ത ശേഷം മർദ്ദിച്ചു. മർദ്ദനം സഹിക്കവയ്യാതെ അനുരാജ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കാറുമായി അക്രമികൾ കടന്നുകളഞ്ഞു. കാറിനുള്ളിൽ 1.5 ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോണുകളും 4,17,000 രൂപയും ഉണ്ടായിരുന്നതായാണ് അനുരാജ് പോലീസിന് നൽകിയ മൊഴി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.